പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ കന്നുകാലികൾക്ക്, മൃഗങ്ങൾക്ക് പള്ളിക്കാട്ടിൽ ചിലപ്പോ തുമ്പിയെടുത്ത് കാളകൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുല്ല് തിന്നുന്നതിനിടയില് ആ പുല്ലിന്റെ ചോട്ടിലുള്ള ഖബറിൽ നടക്കുന്ന മർദ്ദന, ദണ്ഡന, താടന, പീഡനം, അതിന്റെ ശബ്ദഘോഷം, അതിന്റെ ബഹളം, അത് കേട്ടിട്ടാണോ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുഷിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യിത്ത് ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ വിട്ടേക്കണേ, എന്റെ മക്കളാണാ നിൽക്കുന്നത്, എന്റെ ഭാര്യയാണാ കരയുന്നത്, എന്റെ വീടാണത്, എന്റെ തൊടിയാണത്, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോണത്, എന്നെ വഴിയിൽ തന്നെ വിട്ടേക്കണേ, വിട്ടേക്കണേ എന്ന് ആ മനുഷ്യൻ കരഞ്ഞ് 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 അട്ടഹസിക്കും. നിങ്ങൾക്കെങ്ങാനും ആ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ചരണ്ടു പോകുമായിരുന്നുവെന്ന് ലോകത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുഭൂതരെ, വിശ്വത്തിന്റെ അധ്യാപകനെ, ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ വിജ്ഞാനത്തിന്റെ നിറകുടമേ, പരിവർത്തനത്തിന്റെ മഹാധ്വജമേ, വിപ്ലവത്തിന്റെ തീപ്പന്തമേ, വിമോചനത്തിന്റെ തത്വശാസ്ത്രമേ, ജീവന്റെ മേഖലകളെ പുൽകാൻ വന്ന സകലമാന വെളിച്ചത്തിന്റെയും പ്രഭവകേന്ദ്രമേ, സകലമാന തത്വവിചാരത്തിന്റെയും ആത്മനാഥമേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ മയ്യിത്തിട്ടേച്ച് ഓടുന്ന അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മരണം എത്ര ഗൗരവമുള്ളതാണ്!